മലപ്പുറം പൂക്കട്ടൂരിൽ മൈലാടിയിൽ തീപിടുത്തമെന്ന വാർത്ത വരുന്നു. ചെരുപ്പ് കമ്പനിക്കാണ് തീപിടിച്ചത്. അഷ്കർ അലി കരിമ്പയുടെ സ്ഥലത്ത് അഷ്കർ വലിയ രീതിയിൽ തീ കത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റ് തീ അടയ്ക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഉൾഭാഗത്ത് ഏതാണ്ട് കത്തി നശിച്ച അവസ്ഥയിലാണല്ലേ? വിനിത, വലിയ തോതിലുള്ള തീപിടുത്തമെന്ന് തന്നെ പറയേണ്ടി വരും. മലപ്പുറം പൂക്കോട്ടൂർ മിനി ഊട്ടിക്ക് സമീപം മൈലാടിൽ പ്രവർത്തിക്കുന്ന ചെരുപ്പ് കമ്പനിക്കാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2 ഫയർ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഈ ചെരുപ്പ് കമ്പനി ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഇവിടെ നിന്ന് മറുതലക്കിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ദൂരെ വലിയ തോതിൽ വലിയ അളവിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചെരുപ്പ് കമ്പനിയാണ്. ഈ ചെരുപ്പ് കമ്പനി ഇപ്പോൾ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു. മാത്രമല്ല അതിന്റെ സമീപത്ത് തന്നെ മറ്റൊരു സ്റ്റീൽ ഉൽപ്പാദകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റീൽ കമ്പനി കൂടിയുണ്ട്. ആ കമ്പനിയുടെ ഒരു ഭാഗത്തേക്കും ഇപ്പോൾ തീ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമല്ല എന്നതാണ് നാട്ടിൽ പറയുന്നത്. 2 ഫയർ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. പക്ഷേ അതീവ ദുഷ്കരമായ സാഹചര്യം എന്ന് പറയേണ്ടി വരും. വലിയ തോതിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വലിയ തോതിലാണ് പുക ഉയരുന്നത്. വലിയ തോതിൽ പുക ഉയർന്ന് ഈ പ്രദേശമാകെ തന്നെ പുകപടങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ കാറ്റടിക്കാൻ തുടങ്ങിയതുകൂടെ ആ ഭാഗത്തേക്ക് ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്കടക്കം ഇപ്പോൾ വലിയ തോതിൽ പുക പടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള തീപിടുത്തം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല. തീ പിടിക്കാനുള്ള കാരണം എന്താണെന്നതിൽ ഇപ്പോഴും വ്യക്തതയുമില്ല. കൂടുതൽ ആളുകൾക്ക് തന്നെ സമീപത്ത് നാട്ടുകാരെയും സന്നദ്ധ സംഘടനകളെയും ഫയർ യൂണിറ്റുകളെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും തീ അണയ്ക്കാൻ അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് എന്ന് തന്നെ പറയുമ്പോൾ കൂടുതൽ ഫയർ യൂണിറ്റുകളെ കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താനുള്ള ശ്രമം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും നടത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തീ പിടിക്കാനുള്ള കാരണം എന്നുള്ളത് മറ്റല്ല എന്താണ് സംഭവിച്ചിരുന്നല്ലേ? എന്താ സംഭവിച്ചത് ഇവിടെ എന്താ സംഭവിച്ചാലേ നമ്മൾ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ബാക്കിൽ നിന്ന് തീ കത്തിപ്പെടാൻ കണ്ടത്. ഈ പുക കണ്ട ഞങ്ങൾ ആദ്യം കണ്ടത്. ഇത് ചെരുപ്പ് കമ്പനിയാണ് കൂടുതലും. ഞങ്ങൾ സ്റ്റീൽ ഫാക്ടറിയാണ് ഇത് കത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറിലായി. ഇപ്പോഴും ആകെ 2 വണ്ടി എത്തിയിട്ടുള്ളൂ. വേണം ഈ നിയന്ത്രണ വിധേയ സ്റ്റീൽ കമ്പനിയിലേക്ക് തീ പടർന്നു. ഇപ്പോൾ സ്റ്റീൽ നമ്മുടെ കമ്പനി മാപ്ടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനിയിലേക്ക് ഏകദേശം കടന്നു തുടങ്ങി. ഇത് ഇപ്പൊ കെടുത്തിയില്ലെങ്കിൽ നിർത്തും. ഇപ്പൊ ഇത് ഫുള്ള് നിന്ന് കത്തും. ഇപ്പൊ എത്രയും പെട്ടെന്ന് വേണ്ടത് നമുക്ക് ഇങ്ങോട്ട് ഫയർഫോഴ്സ് എത്തിക്കണം. പിടിച്ചാൽ കിട്ടൂല. ഈ ഭാഗത്താണ് അവിടെ എന്നിട്ട് ഇവിടെ കെടുത്തിയാലേ കാര്യമുള്ളൂ. മറ്റേത് ഇതേ കത്തി അമർന്നു. വിനിത ഇപ്പൊ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ചെരുപ്പ് കമ്പനി ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി കത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. വലിയ തോതിൽ ഇവിടെ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിന് തൊട്ട് സമീപത്ത് തന്നെ വലിയ തോതിൽ പൊട്ടിത്തെറികളും ഉണ്ടാവുന്നുണ്ട്. വിനിത സുരക്ഷിതമായി മാറി നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയാകും. പൊട്ടിത്തെറികളും വലിയ തോതിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഫയർ യൂണിറ്റ് തീ പടരുന്ന ഭാഗത്തേക്ക് ഫയർ യൂണിറ്റ് വരുന്നുണ്ടാവും. തീ പടരുന്ന ഭാഗത്തേക്കുള്ള അഥവാ ഈ ഭാഗത്ത് സ്റ്റീൽ കമ്പനി ഒക്കെ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഒരു പാർക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് തീ പടരുന്ന നിയന്ത്രണ വിധേയമാക്കണമെന്നാണ് നാട്ടിൽ ഉന്നയിക്കുന്ന ആവശ്യം. അതല്ല എങ്കിൽ പിന്നീട് തീ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. എന്തായാലും നാട്ടുകാരെ ഫയർ ഉദ്യോഗസ്ഥർക്ക് നേതൃത്വത്തിൽ വലിയ കഠിന പരിശ്രമം നടക്കുന്നു. ഇതിന് സമീപത്ത് തന്നെ ഒരു ട്രാൻസ്ഫോമറും പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്കും തന്നെ തീ പടരുന്ന സാഹചര്യമാണുള്ളത്. ഈ ഭാഗത്തെ വൈദ്യുതി ബന്ധമൊക്കെ തന്നെ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. എന്തായാലും വലിയ തോതിലുള്ള ഒരു തീപിടുത്തം തന്നെ ഇപ്പോഴും ഉണ്ടാകുന്നു. ഈ പ്രദേശമാകം തന്നെ ഇത്തരത്തിൽ പുക മൂടുന്ന രീതിയിലേക്ക് വലിയ തോതിലുള്ള പുക ഇവിടുന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ ഒരു രൂക്ഷമായ ഗന്ധം ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഏകദേശം 1 മണിക്കൂറോളം സമയമായി ഇപ്പോൾ തീപിടുത്തം തുടങ്ങിയിട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നാട്ടുകാർക്ക് നേതൃത്വത്തിൽ ഇവിടുത്തെ സമീപത്തെ സ്റ്റീൽ കമ്പനിയിലേക്ക് തീ പടർന്നത് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ആ കാണുന്നത് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ചെരുപ്പ് കമ്പനിയുടെ ഉൾഭാഗമാണ്. ചെരുപ്പ് കമ്പനിയുടെ ഉൾഭാഗം പൂർണ്ണമായും നിന്ന് കത്തുന്ന സാഹചര്യമാണുള്ളത്. ഒരു വിധത്തിലും തീ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറയേണ്ടി വരും. അത്രയും ഉയരത്തിൽ തീ പടർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ നിന്നും ഇവിടുത്തെ ചെറിയ തോതിൽ ഇപ്പോഴത്തെ സ്റ്റീൽ കമ്പനിയിലേക്കും ഇപ്പോൾ തന്നെ തീ പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ഒരു ഭാഗത്ത് ഈ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും ഫയർ ഉദ്യോഗസ്ഥർക്ക് നേതൃത്വത്തിൽ വലിയ തോതിലുള്ള കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിയാൽ മാത്രമേ തീ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം അത്രയും വലിയ അളവിലുള്ള തീയാണ് ഇപ്പോൾ ഇവിടെ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് മിനി ഊട്ടിയിലേക്ക് പോകുന്ന വഴി കൂടിയാണ്. നിരവധി ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഏരിയ കൂടിയാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ നിന്നും അറവങ്കര വഴി ഇങ്ങനെ മിനി ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പൂക്കോട്ടൂർ അറവങ്കര മൈലാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കും.